നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ സാധ്യതകൾ എങ്ങനെയായിരിക്കും? ഇതിനെക്കുറിച്ച് പല ഏജൻസികളിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് റിപ്പോർട്ട് തേടുന്നുണ്ട്. ഇവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ 100 സീറ്റിലധികം UDF നേടുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വം അത് അങ്ങനെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. കാരണം ഏതവസ്ഥയിലും 50 സീറ്റുകളെങ്കിലും പിടിക്കാൻ കഴിയുന്ന നിലയിലാണ് ഇടതുമുന്നണിയും CPM-ഉം. അത് AICC നേതൃത്വത്തിന് നന്നായി അറിയാം. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ വാക്കുകൾ പൂർണ്ണമായി വിശ്വസിക്കാൻ AICC നേതൃത്വം കൂട്ടാക്കുന്നില്ല. അതിനായി അവർ ഈ വിവരങ്ങൾ ശേഖരിക്കാനായി പല ഏജൻസികളിൽ നിന്നും റിപ്പോർട്ടുകൾ തേടുന്നുണ്ടായിരുന്നു. സുനിൽ കനകോലി അടക്കമുള്ള തിരഞ്ഞെടുപ്പ് വിദഗ്ധർ റിപ്പോർട്ടുകൾ ഹൈക്കമാൻഡിന് നൽകുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് മറ്റൊരു രീതിയിൽ നീങ്ങുകയാണ്. സാക്ഷാൽ AK ആന്റണിയോട് കൃത്യമായ റിപ്പോർട്ടുകളും വിവരങ്ങളും ഹൈക്കമാൻഡിന് കൈമാറാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. AK ആന്റണി കേരളത്തിലെ കോൺഗ്രസിലെ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ നിരീക്ഷണവും വസ്തുതകൾ മനസ്സിലാക്കുന്നയാളുമാണെന്ന് AICC നേതൃത്വത്തിന് അറിയാം. മാത്രമല്ല, കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളുമായിട്ടും, അത് DCC അധ്യക്ഷന്മാർ മുതൽ ബ്ലോക്ക് അധ്യക്ഷന്മാർ മുതൽ KPCC ഭാരവാഹികൾ മുതൽ എല്ലാവരായിട്ടും അടുത്ത ബന്ധമുള്ള ആളാണ് AK ആന്റണി. അപ്പോൾ AK ആന്റണിയോട് ഒരു സ്വതന്ത്രമായ ഒരു റിപ്പോർട്ട്, വിശകലന റിപ്പോർട്ട് ഇക്കാര്യത്തിൽ AICCക്ക് കൈമാറണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതായാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആര് നയിച്ചാൽ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന് കേരളത്തിൽ കേവല ഭൂരിപക്ഷം കിട്ടും, സർക്കാരുണ്ടാക്കാൻ കഴിയും? ഏത് നേതാവിനെ മുന്നിൽ നിർത്തണം? അതല്ലെങ്കിൽ ഏതൊക്കെ നേതാക്കൾ ഒരുമിച്ച് നിന്നായിരിക്കണം തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്? തെരഞ്ഞെടുപ്പിൽ കൈക്കൊള്ളേണ്ട സാമുദായിക സമവാക്യങ്ങൾ എങ്ങനെയായിരിക്കണം? ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കോൺഗ്രസിന് ശക്തി കൂടുതലുള്ളത്, UDFന് ശക്തി കൂടുതലുള്ളത്? ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ശക്തി കുറവുള്ളത്? ഏതൊക്കെ സാമുദായിക വിഭാഗങ്ങളാണ് UDFന് എതിരായിട്ടുള്ളത്? ഏതൊക്കെയാണ് UDFന് അനുകൂലമായി നിൽക്കുന്നത്? ഇതിനെക്കുറിച്ചെല്ലാം വസ്തുനിഷ്ഠമായ ചില വിവരങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൈമാറണമെന്ന് രാഹുൽ ഗാന്ധി AK ആന്റണിയോട് ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. AK ആന്റണി കൊടുക്കുന്ന വിവരങ്ങൾക്കും റിപ്പോർട്ടിനും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകുക. അതല്ലെങ്കിൽ സുനിൽ കനകോലി അടക്കമുള്ളവർ റിപ്പോർട്ട് വച്ചുകൊണ്ട് തന്നെ AK ആന്റണിയുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമായിരിക്കും അന്തിമമായ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി, തെരഞ്ഞെടുപ്പ് തന്ത്രം കോൺഗ്രസ് ഹൈക്കമാൻഡ് രൂപപ്പെടുത്തിയെടുക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എവിടെ ഏതൊക്കെ സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ വിജയിച്ചു വരാമെന്നുള്ള കാര്യത്തിൽ AK ആന്റണിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം താഴെത്തട്ടിൽ നിന്ന് അദ്ദേഹത്തിന് കൃത്യമായ റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. പല നേതാക്കളും അദ്ദേഹത്തിനോട് കൃത്യമായ റിപ്പോർട്ടുകൾ അയക്കുന്നുണ്ട്, കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ നേരിട്ട് പലയിടത്തു നിന്ന് വിവരശേഖരണം നടത്തുന്നുമുണ്ടെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും AK ആന്റണിയെ സന്ദർശിച്ച രാഹുൽ ഗാന്ധി ഇക്കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിലെ ആണ് UDFന് സാധ്യത കുറവ്, അവിടെ ആര് നിർത്തിയാൽ അത് മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും, ഇതിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി AK ആന്റണിയോട് ആരായുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ വിവരങ്ങൾ 1 മാസത്തിനുള്ളിൽ താൻ കൃത്യമായി ഹൈക്കമാൻഡിന് നൽകാമെന്നും AK ആന്റണി രാഹുൽ ഗാന്ധിയെ അറിയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ഏത് റിപ്പോർട്ടിനെക്കാളിലും ഹൈക്കമാൻഡ് ഇപ്പോഴും വിശ്വസിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം AK ആന്റണി നൽകുന്ന വിവരങ്ങളാണ്. കാരണം കോൺഗ്രസിലും UDFലുമെല്ലാം AK ആന്റണിക്ക് കൃത്യമായ ആഴത്തിലുള്ള വേരുകളുണ്ട്. കഴിഞ്ഞ 60 വർഷമായി അദ്ദേഹത്തിനുള്ള ബന്ധങ്ങളും അദ്ദേഹത്തിനുള്ള വിശ്വാസ്യതയും മറ്റു നേതാക്കൾക്കില്ല എന്ന് ഹൈക്കമാൻഡിന് അറിയാം. അതുകൊണ്ട് എപ്പോഴും ഹൈക്കമാൻഡ് മുഖവിലക്കെടുക്കുക, അവസാന തന്ത്രം രൂപപ്പെടുത്തുമ്പോൾ, അവസാനമായി കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ അതിൽ പ്രധാന റോൾ വഹിക്കുക AK ആന്റണി തന്നെയായിരിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകുന്ന സൂചന.